പ്രിസലോൺ ഞാൻ പറഞ്ഞ കേൾക്കാലോ അല്ലേ? കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഈ മീറ്റിംഗിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനം അറിയിക്കുന്നു. വിശേഷാൽ എന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ച ഈ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ വലിയ ഹൃദാസ് പാസ്റ്ററിൽ അവരുകൾ മറ്റെല്ലാ ദൈവദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ മനോഹരമായ ആത്മീയ ഗാനങ്ങൾ ആലപിച്ച പ്രിയ ദേവദാസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പഴയ ഗാനങ്ങളൊക്കെ കേട്ടപ്പോൾ വീണ്ടും പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരാൻ ഇടയത്തുന്നു. പ്രിയ ദേവദാസിനെ വീണ്ടും ദൈവം സഹായിക്കട്ടെ. നല്ല ആത്മീയ ഗാനങ്ങളായിരുന്നു. വീണ്ടും കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ കർത്താവ് ആ ശബ്ദത്തെ ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മൾ സഹായിക്കട്ടെ. എന്റെ പേര് ജോബി എന്നാണ്. ഞാനിപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നു, കോലഞ്ചേരിയിൽ. എന്റെ സ്വന്തം സ്ഥലം മുണ്ടക്കയത്താണ്. കഴിഞ്ഞ 22 വർഷമായിട്ട് കർത്താവിന്റെ വേല വിവിധ സ്ഥലങ്ങളിൽ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് പകലില് നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന വളരെ സന്തോഷമുണ്ട്. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം വചന ശുശ്രൂഷയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. കറണ്ട് പോയി ഇരിക്കുകയാണ് ഇവിടെ, അതുകൊണ്ടാണ് ചെറിയ വട്ടത്തിന്റെ കുറവുണ്ട്. എന്നാലും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവചന ഭാഗം എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്തത്. ആണ് അവർ കുറിപ്പിനായി സകല ഭാഗത്തിന്റെയും തീർച്ചയാകും. അതുകൊണ്ട് ദൈവം വാഗ്ദത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പിച്ചൊരു ആണയാലും ഉറപ്പ് കൊടുത്തു. നമുക്ക് വളരെ പരിചിതമായ വേദഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ഭാഗത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തങ്ങൾ. അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കൽദയ പട്ടണമായ ഊരിൽ നിന്ന്, ഞാൻ പറഞ്ഞ് കേൾക്കാവുന്നല്ലേ? ആരെങ്കിലും ഒന്ന് മുട്ടി ചെയ്ത് പറയുന്നില്ല. ഓക്കെ, കഴിയുന്നവര് വീഡിയോ ഓൺ ചെയ്ത് നോക്കുവാനും നല്ലതായിരുന്നു. കണ്ട് സംസാരിക്കുമ്പോഴാണ് അതൊരു സന്തോഷം ഉണ്ടാകുന്നത്. ഒക്കെ സനീഷ് ഭാഷയോട് സ്തോത്രം ചെയ്യുന്നു. എനിക്കറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയാം. എങ്കിലും പ്രഭാതത്തുള്ള വർക്കുകളൊക്കെ നടക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് വീഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുമെങ്കിലും നിങ്ങൾ എല്ലാവരും കേൾക്കുന്നത് ഇടയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രതികരിച്ചാലും സന്തോഷമുണ്ട്. നിങ്ങൾ ഇവിടെ ലൈവായിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്കും ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം കൽദയ പട്ടണമായ ഊരിൽ നിന്നാണ് വിളിക്കുന്നത്. കൽദയ പട്ടണം. കൽദയ എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് മാസ്റ്റർ ബിൽഡർ എന്നാണ്. മാസ്റ്റർ ബിൽഡർ എന്നാണ് കൽദയ എന്ന പട്ടണം. അപ്പം അന്നത്തെ കാലത്ത് ഒത്തിരി ബിൽഡിങ്സുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ പണിയുന്ന ഒത്തിരി ആർക്കിടെക്ട്സ്മാരുള്ള ഒരു പട്ടണമാണ് കൽദയ പട്ടണം എന്ന് പറയുന്നത്. നമുക്കറിയാം, ബാബിലോണിൽ അവര് ഒത്തിരി കെട്ടിടങ്ങൾ അല്ലെ, ഗോപുരങ്ങൾ പണിത് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ആർക്കിടെക്ട്സുകൾ ഉള്ള ഒരു പട്ടണത്തിൽ നിന്നാണ് അബ്രഹാം ഭയങ്കര വെളിപ്പാട് കിട്ടുകയാണ്. പ്രധാന ശില്പിയായിട്ട് ദൈവത്തെ കണ്ടുകൊണ്ടാണ് അബ്രഹാം അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. സ്തോത്രം. അപ്പം നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അബ്രഹാമിനുള്ള കാഴ്ചപ്പാടുകൾ വെളിപ്പാട് പോലെ നമുക്കുണ്ടായിരിക്കണം. കൽദയ പട്ടണം ഊരെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇഷ്ടിക കളങ്ങൾ അന്നത്തെ അവിടെ ഈ ബാബിലോണിയ പട്ടണങ്ങളിലുണ്ട്. അവിടെ ഇഷ്ടിക കളങ്ങളിൽ ഇങ്ങനെ നമുക്കറിയാം വിറക് കത്തിച്ച് ഇങ്ങനെ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. പണ്ടത്തെ കാലത്ത് ഞാൻ കൊട്ടാരക്കര ഭാഗത്ത് താമസിച്ചിട്ടുണ്ട്. എന്റെ ബാല്യകാലത്തിലും പഠനമൊക്കെ, എന്റെ ബൈബിൾ സ്കൂൾ പഠനമൊക്കെ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ഒത്തിരി ഇഷ്ടിക കളങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഇഷ്ടിക ഇങ്ങനെ കുട്ടി വെച്ചിട്ട് അതിന്റെ അടിയിൽ ഇങ്ങനെ വിറക് കത്തിച്ച്, അപ്പൊ എന്ന് പറഞ്ഞാല് അവിടെയും ഇങ്ങനെ ഒത്തിരി ഇഷ്ടിക കാണുന്ന തീച്ചൂളകളാണ്. ഒത്തിരി തീച്ചൂളകൾ ഉണ്ട്. അപ്പൊ ആ തീച്ചൂളയിൽ പൊങ്ങുന്ന തീപ്പൊരി, തീയുടെ ഈ പൊരിക്കാണ്, തീ പൊങ്ങുന്ന തീനാളത്തിന് പറയുന്ന പേരാണ് ഊരെന്ന് പറയുന്നത്. അപ്പം അബ്രഹാമിനെ ദൈവം വിളിച്ചത് കൽദയ പട്ടണമായ ഊരിൽ നിന്ന് വിളിച്ചു. അപ്പൊ തീയുടെ നടുവിൽ നിന്നാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത്. നമ്മുടെ ജീവിതം ഇതുപോലെ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതം ഇതുപോലൊക്കെ സംഭവിക്കും. തീയുടെ നടുവിൽ നിന്ന് വെന്തു നീറിപ്പുകയുന്ന വളരെ വേദനാജനകമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് പലരെയും ദൈവം വിളിച്ചിരിക്കുന്നത്. അതൊക്കെ ദൈവത്തിന്റെ ഒരു പദ്ധതി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. അപ്പോൾ
ഈ അബ്രഹാം എന്ന് പറയുമ്പോൾ എബ്രായ ഭാഷയിൽ അബ്രഹാം എന്ന പദത്തിന് ഒരു 5 അക്ഷരമുണ്ട്. ആലെഫ്, ബേത്ത്, റഷ്, ഹെ, മെം. അപ്പം ഇങ്ങനെ അക്ഷരങ്ങളാണ്. അന്നത്തെ കാലത്ത് ഈ അക്ഷരങ്ങളില്ല, ചിഹ്നങ്ങളാണുള്ളത്. എബ്രായ ഭാഷയിൽ ബാബിലോണി പ്രവാസത്തിന് ശേഷമാണ് അവർക്ക് അക്ഷരങ്ങൾ വരാൻ തുടങ്ങി. അതിനു മുമ്പ് അവര് ഈ എല്ലാം ചിത്രങ്ങളായിരുന്നു. ആലേഫിന് ഒരു ചിത്രം, ആലേഫ് എന്ന് പറയുമ്പോൾ ഒരു കാളയുടെ തലയാണ് ഇന്നത്തെ ആ ചിത്രം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ കാളയുടെ തല ഉള്ളതുകൊണ്ടാണ് അന്ന് ഏൽ എന്ന് എഴുതുമ്പോൾ ആലിഫും ലാമത്തും ഇത് രണ്ടും കൂടെ ചേർത്താണ് എഴുതുന്നത്. അതുകൊണ്ടാണ് ഇവര് മിസ്രൈമിൽ വന്നപ്പം ഈ കാളക്കുട്ടിയെ കൊണ്ടാക്കാൻ കാരണം, നിന്നെ മിസ്രൈമിൽ കൊണ്ടുവന്ന യഹോവയാണെന്ന് പറയാൻ കാരണം ഈ അവരെഴുതുമ്പോൾ ഈ ചിത്രം വെച്ചാണ് എഴുതുന്നത്. ഒരു കാളയുടെ തലയും ഒരു ഇടയന്റെ കോൽ, ഈ ലാമത്തുന്ന ഒരു ഇടയന്റെ കോൽ. അപ്പം ഇടയന്റെ കോൽ 2 അക്ഷരങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കും. അപ്പൊ അവർക്ക് മനസ്സിലാവും ഏൽ എന്നുള്ള പദമാണ് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഈ കാളക്കുട്ടിയെ കൊണ്ടാക്കാനുള്ള കാരണം ഇവരുടെ ആ ചിത്രമുള്ള അതുകൊണ്ടാണ്. അപ്പൊ അബ്രഹാം എന്ന പദത്തിന്റെ അർത്ഥം ആലെഫ് ഉണ്ട്, ബെത്ത് ഉണ്ട്. ബെത്ത് നമുക്കറിയാം എബ്രായ ഭാഷയ്ക്ക് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ അർത്ഥങ്ങളുണ്ട്. ആലഫ്, ബെത്ത്, ദാലത്ത് അങ്ങനെയുള്ള അക്ഷരങ്ങൾക്ക് അർത്ഥങ്ങളുണ്ട്. നമുക്കറിയാം ബെത്ത് എന്ന് പറഞ്ഞാല്, ആലഫ് എന്ന് പറഞ്ഞ സ്ട്രെങ്ത് എന്നൊക്കെ അർത്ഥമാണ്. ബെത്ത് എന്ന് പറഞ്ഞാൽ വീടെന്നറിയാം അല്ലെ, ബെത്ത് എലെ, ബദേൽ, ബെത്ത് എൽ, ബദേൽ അപ്പം ദൈവത്തിന്റെ ഭവനം. ബെത്ത് ലഹേം അപ്പത്തിന്റെ ഭവനം. ലഖേം എന്ന് വെച്ചാൽ അപ്പം, ബെത്ത് ലഹേം എന്ന് വെച്ചാൽ അപ്പത്തിന്റെ ഭവനം. അപ്പം അങ്ങനെ എല്ലാ അക്ഷരങ്ങൾക്കും അർത്ഥങ്ങളുണ്ട് ഈ എബ്രായ ഭാഷയിൽ. അപ്പോൾ ഈ അബ്രഹാം എഴുതുമ്പോൾ ആദ്യത്തെ എന്താ പറയുക ആ പദമാണ് അബ്ബ്. അബ്ബ് എന്ന് പറഞ്ഞാൽ പിതാവ് അല്ലെ, അബ്ബ്. ആലെഫ്, ബെത്ത്. അബ്ബ് എന്ന് പറഞ്ഞ പിതാവ്. അപ്പം ആലെഫ് എന്ന് വെച്ചാൽ സ്ട്രെങ്ത്, രണ്ടാമത്തെ ബെത്ത് എന്ന് പറഞ്ഞ ഹൗസ്. അപ്പം എന്താ സ്ട്രെങ്ത് ഓഫ് ഹൗസ്, ഭവനത്തിന്റെ എന്താണ് സ്ട്രെങ്ത് ആണ്. അബ്ബ എന്ന് പറയുന്ന പിതാവ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടുത്തെ സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഒരു വീടിന്റെ സ്ട്രെങ്ത് ആയി നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയാണ് ദൈവം വിളിച്ച് വേർതിരിക്കുന്നത്. പലപ്പോഴും പൈശാചി ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും ഒരു വീടിന്റെയോ സഭയുടെയോ അല്ലെങ്കിൽ എന്തിന്റെയെങ്കിലും പ്രസ്ഥാനത്തിന്റെയോ മുമ്പിൽ നിന്ന് നയിക്കുന്ന സ്ട്രെങ്ത് ആയി നിൽക്കുന്ന വ്യക്തികളെ, കുടുംബങ്ങളെയൊക്കെ പിശാച് ഇതുപോലെ ആക്രമിക്കാറുണ്ട്. ഞാൻ ഒരിക്കലും പോണ്ടിച്ചേരി എന്നൊരു സ്ഥലത്തേക്ക് ശുശ്രൂഷയെ കാണുന്നു. അപ്പോൾ അവിടെ പല സ്ഥലത്ത് ശുശ്രൂഷ, ഒരു സ്ഥലത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് അവിടെയുള്ള വീട്ടിൽ പുരുഷന്മാരൊന്നും കാണാനില്ല, അവിടെ സ്ത്രീകൾ മാത്രമേ. പുരുഷന്മാരെല്ലാം അവര് വളരെ എന്താ പറയാ നേരത്തെ തന്നെ മരിച്ചു പോയിട്ട് സ്ത്രീകളും കുഞ്ഞുങ്ങളും മാത്രമുള്ള ഒരു അനുഭവം. എനിക്കത് മനസ്സിലായി. അവിടെയുള്ള എല്ലാ ഭർത്താക്കന്മാരെ കൊന്നുമുടിക്കുന്ന ഒരു പൈശാചിക ശക്തി ആ ദേശത്തുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി തീർന്നു. അപ്പോൾ ഇങ്ങനെ ഭവനത്തിന്റെ സ്ട്രെങ്തിനെ, അല്ലെങ്കിൽ ഒരു വീടിന്റെ, ഒരു സഭയുടെ, ഒരു പ്രസ്ഥാനത്തിന്റെ, ഒരു ദൈവിക നിയോഗങ്ങളുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്നവരെയൊക്കെ ആക്രമിക്കുന്ന പൈശാചിക ശക്തികളുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയുന്നു, അതിമേൽ ഒരു ജയം തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നു. സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളുടെ വീട്ടിന്റെ ഏറ്റവും സ്ട്രെങ്ത് ആയി നിൽക്കുന്ന, നിങ്ങളുടെ ഭവനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന, ഭവനത്തിന്റെ ആശ്രയമായി നിൽക്കുന്ന, ഭവനത്തിന്റെ നെടുന്തൂണായി നിൽക്കുന്ന, ഭവനത്തിന്റെ ഒരു സാമ്പത്തിക സ്രോതസ്സായി നിൽക്കുന്നതിനെയൊക്കെ തകർത്ത് കളയുവാൻ പിശാച് ഭയങ്കര പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഈ അബ്രഹാമിന്റെ വാക്തത്വത്തിനകത്ത് ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ ഭവനത്തിന്റെ സ്ട്രെങ്തിനെ ദൈവം വീണ്ടും ഉറപ്പിക്കുന്ന പ്രഭാതമായി ഇന്ന് മാറട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ നാളുകളിൽ എന്നെ കേൾക്കുന്ന, ഈ സൂം ഐഡിയിലൂടെ എന്നെ കേൾക്കുന്നവരുടെ ഭവനങ്ങളിൽ ഇങ്ങനെയുള്ള പൈശാചിക ശക്തികൾ നിങ്ങൾക്ക് നേരെ പോരാടുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഇന്ന് മുതൽ അങ്ങനെയുള്ള എല്ലാ പൈശാചിക മുന്നേറ്റങ്ങളെയും ഇവിടെ ഇന്ന് പ്രഭാതത്തിൽ സ്റ്റോപ്പ് ചെയ്യുകയാണ്. വലിയൊരു വിടുതലിന്റെ ശക്തി ഇന്ന് പ്രഭാതത്തിൽ എല്ലാ കുടുംബങ്ങളിലും, സഭകളിലും, എല്ലാ ശുശ്രൂഷകളിലും വ്യാപരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. വലിയൊരു വിടുതലിന്റെ ശക്തി ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുകയാണ്. അപ്പം ഈ അബ്രഹാമിന്റെ ഉടമ്പടി എന്ന് പറയുമ്പോൾ, അബ്രഹാമിന്റെ ഉടമ്പടി നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതലാണ് നമുക്ക് അബ്രഹാമിക ഉടമ്പടിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ് അല്ലെ, അബ്രഹാമിനെ വിളിക്കുന്ന അബ്രഹാമിക ഉടമ്പടി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ 2-ാം വാക്യം മുതൽ വാക്യം ഇങ്ങനെ പറയുന്നത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് ദൈവം പറയുകയാണ്. സ്തോത്രം. അപ്പൊ അബ്രഹാമിക്ക് ഉടമ്പടിക്കകത്ത് കൊടുക്കുമ്പോൾ എല്ലാ ഉടമ്പടിക്കകത്ത് ദൈവം
കണ്ടീഷൻ വെച്ചാണ് കൊടുക്കുന്നത്. ഉപാധികൾ വെച്ചാണ് ദൈവം ഉടമ്പടികൾ കൊടുക്കുന്നത്. പക്ഷെ അബ്രഹാമിക്ക് ഉടമ്പടിയിൽ ഉപാധികൾ ഉണ്ടാകുന്നില്ല. അവിടെ വായിക്കുമ്പോൾ എങ്കിൽ എന്നല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഈഫ് എന്നൊരു പദം അവിടെ കാണുന്നില്ല. നീ ഇങ്ങനെ ചെയ്താൽ, നമുക്കറിയാം മോശയ്ക്ക് ദൈവം മോശയുടെ ഉടമ്പടി ചെയ്യുമ്പോൾ നീ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണവും അനുസരിച്ച് നടന്നാൽ ഞാൻ നിന്നെ വാലല്ല തലയാക്കും, ഞാൻ നിന്നെ ദേശം അനുഗ്രഹിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അബ്രഹാമിക്ക് ഉടമ്പടിയില് അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുമ്പോൾ, വാഗ്ദത്തം ചെയ്യുമ്പോൾ ദൈവം അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കുന്നില്ല. അബ്രഹാമിക്ക് ഉടമ്പടി അൺകണ്ടീഷണലാണ്, ഉപാധികളില്ലാത്തതാണ് അബ്രഹാമിക്ക് ഉടമ്പടി. സ്തോത്രം ചെയ്യാമോ? അപ്പം ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്, ദൈവം നമ്മൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഉപാധികളില്ലാത്ത ഉടമ്പടിയിലേക്കാണ്. ഉപാധികളില്ലാതെ വാഗ്ദത്തം നിവർത്തിക്കുന്ന, കണ്ടീഷൻ ഇല്ലാതെ, നിബന്ധനകളില്ലാതെ ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്നാണ് എന്ന് പ്രവാചകൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപാധികൾ വെച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഉപാധികൾ വെക്കും, ദൈവത്തിന്റെ സന്നിധിയിൽ നിബന്ധനകൾ വെക്കും. കർത്താവ്, ഞാൻ ഉപവസിച്ചു, 21 ദിവസം ഉപവസിച്ചു, ഞാൻ 7 ദിവസം ഉപവസിച്ചു, ഞാൻ ഇന്നത് ചെയ്തു, അതുകൊണ്ട് നീ എനിക്ക് തന്നേ പറ്റത്തുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയുള്ള ഒരു ഉടമ്പടിയിലേക്കല്ല ദൈവം നമ്മൾ ആക്കിയിരിക്കുന്നത്. ഒരു നിബന്ധനകളും ഇല്ലാതെ, ഒരു ഉടമ്പടികളും ഇല്ലാതെ നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മളെ ഉയർത്തുന്ന, നമ്മളെ മാനിക്കുന്ന, നമ്മളെ ശക്തരാക്കി തീർക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ്, ആ ഉടമ്പടിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ച് പങ്കാളികളാക്കി തീർത്തിരിക്കുന്നത്. സ്തോത്രം. അപ്പം ക്രിസ്തുവേശനുള്ളവർ അബ്രഹാമിക് ഉടമ്പടിയിൽ പങ്കാളികളായിരിക്കുന്നുവെങ്കിലും നിങ്ങൾ ക്രിസ്തുവേശനുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉപാധികളില്ലാത്ത വാഗ്ദത്തങ്ങൾക്ക് അവകാശികളാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിബന്ധനകളില്ലാതെ നിങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ മുമ്പിൽ ഉപാധികൾ വെച്ചിട്ട് അനുഗ്രഹിക്കുന്ന ദൈവമല്ല, യാതൊരു നിബന്ധനകളും ഇല്ലാതെ നിങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ദൈവത്തിനെ തെളിയിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഉപാധികളില്ലാതെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ. അപ്പം നമുക്കറിയാം, ഈ ചില പത്രത്തിൽ പരസ്യങ്ങൾ കൊടുക്കാറുണ്ട് അല്ലെ? പരസ്യം കൊടുക്കുമ്പോൾ അതിന്റെ അടിയിൽ ഇങ്ങനെ, അടിയിൽ കുറച്ച് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് ചെറിയ അക്ഷരത്തിൽ, അപ്പൊ അവരത് വലിയ അക്ഷരത്തിൽ ചെയ്ത് ചെറിയ അക്ഷരത്തിൽ. അങ്ങനെ ദൈവം അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അവരുടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അവരുടെ അതിനകത്ത് കണ്ടീഷൻ അപ്ലൈ, അപ്പൊ അതിനകത്ത് എന്തോ ഉപാധികളും നിബന്ധനകളും ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമുക്ക് ഓഫർ കൊടുക്കുകയാണ്. പക്ഷെ ഉപാധികളാണ് വെച്ചുകൊണ്ടാണ് ഓഫർ കൊടുക്കുന്നത്. പക്ഷെ ദൈവം വാഗ്ദത്തം കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെറിയ അക്ഷരത്തിലോ ചെറുതായിട്ടൊന്നും അവിടെ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടില്ല. യാതൊരു ഉടമ്പടികളും ഉപാധികളും ഇല്ലാതെ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമെന്നാണ് ദൈവം പറയുന്നത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതിനകത്ത് ദൈവത്തിന് മാത്രമേ അതിനകത്ത് എന്തേ ഉള്ളൂ, ദൈവത്തിന് മാത്രമേ അതിനകത്ത് പങ്കുള്ളൂ അല്ലെ? അബ്രഹാമെ, നീ ആരായിക്കൊള്ളട്ടെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ എന്തായിക്കോട്ടെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ എങ്ങനെയുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതിന്റെ അർത്ഥം അബ്രഹാം എങ്ങനെ പോകുന്നല്ല, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ദൈവം തന്നെ കൊണ്ടുവരികയാണ്. ദൈവം തന്നെ അവനെ ആക്കി തീർക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയായി, ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു വ്യക്തിയായിട്ട് ദൈവം തന്നെയാണ് ആക്കി തീർക്കുന്നത്. അബ്രഹാം ഇനിഷ്യേറ്റീവ് എടുത്തല്ല ഇതിനകത്ത് അനുഗ്രഹിക്കുന്നത്. ദൈവം ഇനിഷ്യേറ്റീവ് എടുത്ത് ദൈവത്തിന് അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് വെച്ചാൽ ദൈവത്തെ ഇനി അതിനകത്ത് ദൈവത്തിന് മാറാൻ പറ്റത്തില്ല. അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മളെ അബ്രഹാമിക വാഗ്ദത്തങ്ങൾക്ക് അവകാശികളാക്കി തീർക്കുമ്പോൾ ദൈവം നിങ്ങളോട് പറയുന്നത്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ്. അതിനർത്ഥം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ടത് ഈ ഉപാധികൾ ഇല്ലാതെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. അതാണ് അതിനകത്ത് ആദ്യം വേണ്ടത്. എന്താണ്? ഉപാധികളില്ലാതെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു മൈൻഡ് സെറ്റപ്പ്, ആ ദൈവത്തെ അംഗീകരിക്കുന്ന ഒരു മൈൻഡ് സെറ്റപ്പ്. നമ്മളൊക്കെ ജീവിക്കുന്നത് പുതിയ നിയമത്തിലാണ് ജീവിക്കുന്നെങ്കിലും നമുക്ക് പഴയ നിയമത്തിലെ മൈൻഡ് സെറ്റപ്പാണ്. പക്ഷെ പഴയ നിയമത്തിൽ ഒത്തിരി വിശുദ്ധന്മാര് ജീവിച്ചിരുന്ന, പക്ഷെ അവരെല്ലാം പുതിയ നിയമ മൈൻഡ് സെറ്റപ്പായിട്ട് ജീവിച്ചിരുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഒരു വ്യക്തിയാണ് ദാവീദ് എന്ന് പറയുന്ന വ്യക്തി. പഴയ നിയമത്തിലാണ് ജീവിച്ചെങ്കിൽ പക്ഷെ ഒരു പുതിയ നിയമത്തിന്റെ മൈൻഡ് സെറ്റപ്പുമായിട്ട്, പുതിയ നിയമത്തിന്റെ ഉടമ്പടി ആത്മാവിൽ കണ്ടുകൊണ്ട്, വെളിപ്പാടിൽ കണ്ടുകൊണ്ട് ജീവിച്ച വ്യക്തിയാണ് ദാവീദ് എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് ദാവീദ് ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് ദാവീദ് ആലയത്തിൽ പോകുന്നതും പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കാവുന്ന ആ ആലയത്തിൽ അപ്പം എടുത്ത് കഴിക്കേണ്ട കാരണം ദാവീദിന് ഉണ്ടായിരിക്കുന്ന ഒരു പുതിയ വെളിപ്പാടാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം. അതിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇവിടെ തന്നെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം നമ്മളെ യാതൊരു ഉപാധികളും ഇല്ലാതെ അനുഗ്രഹിക്കുന്ന, നിബന്ധനകളില്ലാതെ അംഗീകരിക്കുന്ന, നിങ്ങളുടെ ജീവിതം ഏത് വിഷയമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് തകർച്ചയിലൂടെ ആയിക്കൊള്ളട്ടെ,
ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് വളരെ ദാരുണമായ അവസ്ഥയിലായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് പാപത്തിന് ചേറ്റുകുഴിയിലായിക്കോ, പക്ഷെ നിങ്ങളെ അവിടുന്നൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് പ്രഭാതത്തിൽ കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ ജീവിത കുറവുകൾ ഉണ്ടായിരിക്കാം, വീഴ്ചകൾ ഉണ്ടായിരിക്കാം, തകർച്ചകൾ ഉണ്ടായിരിക്കാം, ഒത്തിരി ബലഹീനതകൾ വന്ന വ്യക്തിയായിരിക്കും. പക്ഷെ പലപ്പോഴും ഇതൊക്കെ ദൈവം ഒരിക്കലും അംഗീകരിക്കത്തില്ല, ദൈവം എന്നെ സ്വീകരിക്കത്തില്ല, ദൈവത്തിന് എന്നെ ഒരിക്കലും ദൈവത്തിൽ അടുക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ഇല്ല, ദൈവം നമ്മൾ അംഗീകരിക്കുന്ന വ്യക്തിയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? ദൈവം ഒരു വ്യക്തി ഉപേക്ഷിക്കത്തില്ല. ദൈവം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി കാണിക്കുമ്പോൾ ദൈവം തള്ളിക്കളയുന്ന വ്യക്തി ആരും ദൈവം തള്ളിക്കളയുന്നു. ദൈവം പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല, ഞാൻ നിന്നെ ഒരു നാൾ അനാഥരായി വിടത്തെ. അപ്പൊ ദൈവത്തിന് ഒരിക്കലും നമ്മളെ തള്ളിക്കളയാൻ കഴിയത്തില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ആമേൻ. അപ്പോ അത് ഈ അപ്പൊ അബ്രഹാമിക്ക് ഉടമ്പടിയില് ഉപാധികളില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ദൈവം, നമുക്കറിയാം, നമ്മളെല്ലാം വിചാരിക്കുന്നത് പാപം ചെയ്യുമ്പോൾ ദൈവം നമ്മൾ അകന്നു പോകുമെന്നാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിൽ വീഴ്ച ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം ഒന്നുകൂടെ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ എനിക്ക് ജീവിതം മനസ്സിലായപ്പോഴാണ് ഞാൻ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനും ദൈവത്തെ വിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, മാനസികാവസ്ഥയിലേക്ക് എനിക്ക് കടന്നു വരാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്, തുറന്നു പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നത് പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ വിട്ട് ഓടിപ്പോകും, ദൈവം നമ്മളെ വിട്ട് അകന്നു പോകുമെന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ വിശുദ്ധ ബൈബിൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പാപം ചെയ്ത വ്യക്തിയോടാണ് ദൈവം സംസാരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഉദാഹരണമാണ്, ആദാം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ആ സെക്കൻഡിൽ അവിടെ വന്നു എന്നുള്ളതാണ്. സ്തോത്രം. ദൈവം എന്തുകൊണ്ട് ആദാമിന്റെ ജീവിതത്തിൽ വീഴ്ചയുണ്ടെന്ന് അറിഞ്ഞിട്ടും ദൈവം അതുപോലെ അവിടെ വന്ന്, ആദാമേ നീ എവിടെ എന്ന് ചോദിക്കുകയാണ്. സ്തോത്രം. രണ്ടാമത്തെ വ്യക്തിയാണ് അവിടെ കായീൻ ഹാബേലിനെ കൊല്ലുകയാണ്. ദൈവം ആരോടാണ് സംസാരിച്ചത്? ഹാബേലിനോടാണ്. ഹാബേൽ നിലവിളിക്കുന്നുണ്ട്, പക്ഷേ ഹാബേലിന്റെ രക്തം നിലവിളിക്കുന്നുണ്ട്, പക്ഷേ ദൈവം സംസാരിക്കുന്നത് കായീനോടാണ് സംസാരിക്കുന്നത്. പാപം ചെയ്ത വ്യക്തിയോടാണ്, അല്ലെങ്കിൽ അവനെ കൊലപാതകിയായ വ്യക്തിയാണ് ദൈവം സംസാരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഇതാണ്, ദൈവം ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ഹല്ലേലൂയ ദൈവം അവനോട് സംസാരിക്കുന്ന വ്യക്തിയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. ദൈവം അവനോട് ഇടപെടുന്ന വ്യക്തിയാണ്. പാപം വീഴ്ച വന്ന വ്യക്തിയോട്, കൊലപാതകം ചെയ്ത വ്യക്തിയോട്, പാപം ചെയ്ത വ്യക്തിയോട് ദൈവം ഇടപെടുന്ന ദൈവമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവം പാപം ചെയ്യുമ്പോൾ നമ്മൾ അകന്നു നിൽക്കുന്ന വ്യക്തിയായിട്ടാണ്. ഇന്നലെ എന്റെ ഇടയ്ക്ക് ഒരു സ്നേഹിതം വന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം, അതായത് നിങ്ങളുടെ സഭയെ പ്രസംഗിക്കുന്ന ദൈവം, നിങ്ങളുടെ സഭ കോടാലിയും കൊണ്ട് നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾക്ക് പാസ്റ്റർ പ്രസംഗിക്കുന്നത് എന്ന് വെച്ചാല്. അപ്പൊ ഓരോരോ ദൈവം കോടാലി, അപ്പൊ ഓരോരുത്തരെ വിളിക്കും. ഞാൻ അവരുടെ സഭയിലെ പേരുകൾ എനിക്കറിയാം. അപ്പൊ ഞാൻ പറയും, ഇന്നാളെ ആദ്യമായി കീറും, പിന്നെ അടുത്ത ആളെ വിളിക്കും. ഇങ്ങനെ കോടാലിയും കൊണ്ട് നിൽക്കും, വെട്ടിക്കീറാൻ നിൽക്കുന്ന ഒരു ദൈവത്തെ പ്രസംഗിക്കുന്ന അങ്ങനെ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവത്തിന്റെ സ്വഭാവം അങ്ങനെ അല്ല. നമുക്കൊരു പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവയെ മറക്കുന്നു ഓർത്തു ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും, കീറിക്കളയുന്നൊക്കെ. അപ്പം ഈ കീറാൻ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മുടെ സഭകളിൽ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ പുതിയ നിയമം പരിശോധിച്ചു കഴിഞ്ഞാൽ കീറാൻ നിൽക്കുന്ന ദൈവമല്ല, സ്നേഹിക്കാം, സ്വീകരിക്കാം, അംഗീകരിക്കാൻ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് കർത്താവ് യേശു ക്രിസ്തു പ്രസന്റ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ നമ്മളൊക്കെ സഭകളിൽ പലപ്പോഴും പേടിപ്പിച്ചാണ്, പല ദൈവദാസന്മാരും സഭകളിൽ പേടിപ്പിച്ചാണ് വിശ്വാസം നിർത്തുന്നത്. സ്തോത്രം. പരസ്യങ്ങൾ പ്രസംഗിക്കുമ്പോഴും നിങ്ങൾക്ക് നാട്ടിലൊക്കെ ചെന്ന് പറയുന്നത് എന്താ, പരസ്യമായി പറയുന്നത് ദൈവം നിങ്ങളെയൊക്കെ നരകത്തിലിട്ട് കത്തിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ കത്തിക്കുന്ന ദൈവത്തിലേക്ക് അടുക്കൽ വരാൻ ഒരു വ്യക്തിക്കും താല്പര്യമില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ദൈവത്തിലേക്ക് മനുഷ്യ അടുക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, നമുക്കറിയാം, ഈ പത്രോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശം വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. എന്തിനാണ് വിളിച്ചത്? സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. നമ്മൾ പരസ്യവതി എന്ന് പറയുന്നത് എന്താണ്? സൽഗുണമല്ല പറഞ്ഞത്, ദൈവം നിങ്ങളെ നരകത്തിലിട്ട് കത്തിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അത് സൽഗുണമാണ് ഞാൻ ചിന്തിക്കുന്നില്ല. സ്തോത്രം. അപ്പം സൽഗുണങ്ങളെ ഘോഷിക്കേണ്ടടുത്ത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു പറയുമ്പോൾ ദൈവം പ്രതികാരത്തിന് പകരം പ്രതികാരത്തിന് നമുക്ക് തിന്മയ്ക്ക് പകരം തിന്മയല്ല ചെയ്യുന്നത്, നന്മയാണ് ചെയ്യുന്നതെന്നും, നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവം തന്നെയാണ് നമുക്ക് വേണ്ടി മരിക്കുന്നതെന്നും, അല്ലെ? മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം മനുഷ്യനെ കൊല്ലുകയല്ലാതെ മറിച്ച് എന്താ ചെയ്തു? ദൈവം തന്നെ വന്ന് നമുക്ക് വേണ്ടി മരിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹം കാണിച്ചത്, അല്ലെ? ദൈവം ഒരിക്കലും
എന്താ രക്തം ചോദിക്കുന്ന വ്യക്തിയല്ല ദൈവം, എപ്പോഴും രക്തം കൊടുക്കുന്ന വ്യക്തിയാണ്. രക്തദാഹിയായ ദൈവമല്ല നമ്മുടെ ദൈവം, രക്തം ദാനം ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നമ്മുടെ ദൈവത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഒരു വലിയൊരു കൺവെൻഷൻ പ്രസംഗം ഇങ്ങനെ, ഞാൻ ഇടുക്കിയിലായിരുന്നപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടതാണ്. ഇങ്ങനെയാണ് പ്രസംഗിച്ചത്: യേശുവിന്റെ രക്തം 20 നൂറ്റാണ്ടായിട്ടും ഇസ്രായേൽ ജനത്തോട്, യഹൂദരോട് കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യേശുവിന്റെ രക്തം കണക്ക് ചോദിക്കും. ഞാൻ പറഞ്ഞു, ഇത്രയും വലിയ മണ്ടത്തരം, ഇത്രയും വലിയ ദൈവനിന്ദ പറയുന്നത് എന്തിനാണ്? സമൂഹം അത് പബ്ലിക്കായിട്ട് യേശുവിന്റെ രക്തം കണക്ക് ചോദിക്കുന്നു, പ്രതികാരം ചെയ്യുന്നു. 2000 വർഷമായിട്ടും യേശുവിന്റെ പ്രതികാരം തീർന്നില്ല എന്ന് പറയുമ്പോൾ, ഇവിടെയുള്ള സാധാരണ മനുഷ്യനേക്കാൾ വളരെ വില കുറഞ്ഞ, വളരെ ക്രൂരനായ ഒരു ദൈവത്തെയാണ് നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ പ്രസംഗിക്കുന്നതെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ വൈഡിയോ കട്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അയച്ചു കൊടുത്തു. ഇത് വളരെ ദൈവത്തിന് വിരുദ്ധമാണ്. ദൈവത്തിന്റെ വചനം പറഞ്ഞ യേശുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. അതുകൊണ്ട് യേശുവിന്റെ രക്തം പ്രതികാരമല്ല ചെയ്തത്, നമ്മളെ അംഗീകരിക്കുന്ന ദൈവമാണ്, ആ രക്തമാണെന്ന് ഞാൻ എഴുതി വിട്ടു. അദ്ദേഹത്തിന് എഴുതി പേഴ്സണലായിട്ട് അയച്ചു കൊടുത്തു. സ്തോത്രം. അത് പബ്ലിക്കിലല്ല, പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കുക. അപ്പം യേശുവിന്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. അപ്പോൾ പ്രതികാരദാഹിയായ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം വളരെ സ്നേഹത്തോടെ, ആർദ്രതയോടെ നമ്മൾ അംഗീകരിക്കുന്ന ദൈവമാണ്. സ്തോത്രം. പുതിയ നിയമത്തിൽ നോക്കിയാട്ടെ, പുതിയ നിയമത്തിലായിരുന്നാലും നമ്മൾ കാണുമ്പോൾ യേശു എവിടെയാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്? പാപിനിയായ സ്ത്രീ വരുമ്പോൾ പറയാണ്, ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞു അവളെ യേശു അയച്ചു വിടുകയാണ്. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം, യേശുവിന്റെ സ്വഭാവം കണ്ടുപിടിക്കുക. അപ്പൊ യേശുവിനോട് നിയമം ഉപാധി വെക്കുന്നവരോട് യേശു ഉപാധി വെച്ചിട്ടുണ്ട്. യേശുവിനോട് നിയമം പറഞ്ഞവരോട് യേശു വീണ്ടും നിയമം പറഞ്ഞിട്ടുണ്ട്. യേശുവിനോട് ന്യായപ്രമാണം പറഞ്ഞവരോട് യേശു തിരിച്ച് ന്യായപ്രമാണം പറഞ്ഞു. യേശുവിനോട് ഉപാധികളില്ലാതെ ചെന്നവരോട് യാതൊരു ഉപാധികളില്ലാതെ യേശു അംഗീകരിച്ചിട്ടുണ്ട് എന്ന് കാണുവാൻ കഴിയും. നമുക്കറിയാം, ശതാധിപന്റെ ഉപമയിൽ കഥയിൽ നമുക്കറിയാം, ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു അല്ലെ? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ശതാധിപന്റെ ബാല്യക്കാരന് ദീനം പിടിച്ച മരിപ്പാറ കിടക്കുകയാണ്. അപ്പം ശതാധിപൻ പറയുകയാണ്, ഗുരു, നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. എന്തോ അബ്രഹാമിക്ക് ഉടമ്പടിയിലെ ഉപാധികളില്ല അവിടെ, യോഗ്യതയില്ല അവിടെ. സ്തോത്രം. അവിടെ പറയുകയാണ്, നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ യോഗ്യ, പക്ഷെ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അപ്പം യേശുവിടെ പറയുന്നത്, യാതൊരു ഉപാധികളും ഇല്ലാതെ അവൻ ബാല്യക്കാരൻ ചോദിക്കുകയാണ് അല്ലെ? അവനറിയാം അവന്റെ അവസ്ഥ, യേശുവിന് കയറാൻ പറ്റിയ അവസ്ഥയിലല്ല അവന്റെ വീട്, യേശുവിന് വരാൻ പറ്റിയ അവസ്ഥയിലല്ല. പക്ഷേ നിന്റെ വാക്ക് മതി, നിന്റെ നിയമം, നിന്റെ ഉടമ്പടി എന്ന് പറയുന്നത്, അബ്രഹാമിക് ഉടമ്പടി എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആണെന്നുള്ള വെളിപ്പാട് ശതാധിപനുണ്ടായി. അതുകൊണ്ടാണ് ബാല്യക്കാരന് സൗഖ്യമുണ്ടായത്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ യേശു കയറി വരാൻ പറ്റിയൊരു ഭവനമല്ലെങ്കിലും, യേശുവിന് വസിക്കാൻ പറ്റിയൊരു ഭവനമല്ലെങ്കിലും, യേശുവിന് കാലുകുത്താൻ പറ്റിയൊരു ഭവനമല്ലെങ്കിലും, യേശുവിനെ കാണുവാൻ പറ്റിയൊരു വ്യക്തി അല്ലെങ്കിലും, നിങ്ങളെ അതൊന്നും നോക്കാതെ നിങ്ങൾ അനുഗ്രഹിക്കുന്ന, നിങ്ങളുടെ വീട് സമാധാനം നൽകുന്ന, നിങ്ങളുടെ വീട് സൗഖ്യം നൽകുന്ന, വിടുതൽ നൽകുന്ന, അനുഗ്രഹം തരുന്ന, ഉയർച്ച തരുന്ന, മാന്യത തരുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ കാണുന്നത് അനുഗ്രഹം മാനസാന്തര ശേഷമാണ് അനുഗ്രഹം കൊടുക്കുന്നത്. പക്ഷേ പുതിയ നിയമത്തിൽ അനുഗ്രഹം കൊടുത്ത ശേഷമാണ് മാനസാന്തരം ഉണ്ടാകുന്നത്. പഴയ നിയമത്തിൽ മാനസാന്തര ശേഷമാണ് അനുഗ്രഹം ഉണ്ടാകുന്നതെങ്കിൽ, പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നത് അനുഗ്രഹം കൊടുത്ത ശേഷമാണ്. അതുകൊണ്ട് അനുഗ്രഹം കിട്ടിയതുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെട്ടത് നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാം ഓക്കെ ആയതുകൊണ്ടാണ് നമുക്ക് അനുഗ്രഹം കിട്ടിയത് നമ്മൾ ചിന്തിക്കാറ്. പക്ഷേ പുതിയ നിയമത്തിൽ വ്യവസ്ഥ അതാണ്. അതുകൊണ്ട് റോമാലേഖനം 2-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ ദൈവത്തിന്റെ ദയ നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ ദയ നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. ഒരു വേർഷൻ ഇങ്ങനെ പറയുന്നത്, ദ ഗുഡ്നസ് ഓഫ് ഗോഡ് ലീഡ്സ് ടു റിപ്പന്റൻസ്. ആദ്യം ദൈവത്തിന്റെ നന്മകൾ തരും, അത് നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കും. പഴയ നിയമത്തിൽ പറയുന്നത്, നീ മാനസാന്തരപ്പെട്ടാൽ, നീ കൽപ്പന ചട്ട പ്രമാണം അനുസരിച്ച് നടന്നാൽ അനുഗ്രഹിക്കുന്നു പറയുമ്പോൾ, ഇവിടെ പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ആ അനുഗ്രഹം നിന്നെ മാനസാന്തരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം പാപം ചെയ്യുക എന്നുള്ളതോ മാനസാന്തരപ്പെടുക എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഇതൊന്നും ഇല്ലാതെ കിട്ടും. പക്ഷെ ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് യാതൊരു യോഗ്യതയില്ലാഞ്ഞിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നത് അല്ലെ? ദൈവം നമുക്കറിയാം,
യേശു ക്രിസ്തുവും ലൂക്കോസ് 5-ാം കാണുവാൻ കഴിയുന്നുണ്ട്. പത്രോസിന്റെ പടകിൽ കയറുകയാണ്. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കും എന്ന് പറയുമ്പോൾ അവർ വല വീശി കഴിഞ്ഞപ്പോൾ ആ പടക് മുങ്ങുമാറായി പെരുത്ത മീൻകൂട്ടം കിട്ടി. ഉടനെ പത്രോസ് പറയുകയാണ്, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ട് പോകണമേ എന്നാണ് പത്രോസ് പറഞ്ഞത്. എന്ന് വെച്ചാലും അവൻ പാപിയാന്ന് അറിഞ്ഞിട്ടും, അവന് കുറ്റമുണ്ടെന്ന് അറിഞ്ഞിട്ടും, അവന് യാതൊരു യോഗ്യതയിലാന്ന് അറിഞ്ഞിട്ടും അവന്റെ പടകിനകത്ത് മീൻ നിറച്ചു കൊടുത്തു. അപ്പോൾ അവന് മനസ്സിലായി, അയ്യോ ഇത് ഞാൻ പ്രാപിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുകയാണ്. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കാൻ ശക്തനാണ്. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വിടുതൽ നൽകുവാൻ, നിങ്ങളെ ഉയർത്തുവാൻ, നിങ്ങളെ മാനിക്കുവാൻ, നിങ്ങളെ ശുശ്രൂഷയിൽ ഒരിക്കൽ ഒരു പടിയും കൂടെ ഉയർത്തിക്കൊണ്ട് വരുവാൻ, വീഴ്ചകളും തകർച്ചകളും നമ്മുടെ ജീവിതത്തിലുള്ള ബലഹീനതകളും വന്നിട്ട് ശുശ്രൂഷയിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടു പോയതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ, ഇന്ന് ദൈവം നിങ്ങളെ വീണ്ടും മടക്കി വരുന്ന ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഉപാധികളില്ലാതെ സ്വീകരിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇത് പ്രഭാതത്തിൽ കടന്നു വന്നിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ചില ശുശ്രൂഷകന്മാരിലേക്ക് തകർച്ച അനുഭവിക്കുന്ന, നിരാശ അനുഭവിക്കുന്ന, എന്റെ വീഴ്ചകൾ കാരണം, എന്റെ കുറവുകൾ കാരണം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു വിചാരിച്ചിരിക്കുന്ന ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രഭാതത്തിൽ പറയുന്നില്ല, നിങ്ങളെ വീണ്ടും ചേർത്ത് നിർത്തി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പ്രഭാതത്തിൽ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. സ്വീകരിച്ചാട്ടെ. ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടു, ദൈവം ശുശ്രൂഷകൾ നഷ്ടപ്പെട്ടു, ദൈവം താലന്തുകൾ നഷ്ടപ്പെട്ടു, ദൈവം തന്നിരിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഇല്ല. എന്റെ മനസ്സാക്ഷി എന്നെ കുറ്റപ്പെടുത്തുകയാണ്, ഇനി ഒരിക്കലും ദൈവത്തിനെ സ്വീകരിക്കാൻ കഴിയത്തില്ല എന്ന് ആരെങ്കിലും അങ്ങനെയുള്ള ഭാരത്തോടെ നിരാശയോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇല്ല, പ്രഭാത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ ഉറപ്പു തരികയാണ്. യാതൊരു ഉപാധികളും ഇല്ലാതെ സ്വീകരിക്കുന്ന, വീണ്ടും ചേർത്ത് നിർത്തുന്ന, വീണ്ടും നമ്മൾ താങ്ങി നിർത്തുന്ന, കൈത്താങ്ങൾ തരുന്ന, ഉയർത്തിക്കൊണ്ടുവരുന്ന, നമ്മളെ മാനിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ഞാൻ ആത്മാവിൽ അനുഭവിച്ചറിയുകയാണ്. ഞാൻ ഈ വചനം സംസാരിക്കുമ്പോൾ തന്നെ ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നുണ്ടെന്ന് എനിക്ക് എന്റെ ഹൃദയത്തിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്റെ ആത്മാവ് ഞാൻ മനസ്സിലാക്കുകയാണ്. ചിലരുടെ ദൈവത്തിന്റെ പരിശുദ്ധം സംസാരിക്കുന്നു, ചിലരെ വീണ്ടും മടക്കി വരുത്താൻ ആഗ്രഹിക്കുകയാണ്. ഉപാധികളില്ലാതെ അംഗീകരിക്കുന്ന ദൈവത്തിന്റെ സ്ഥലത്തിലേക്ക് ദൈവം മടക്കി വരുത്താൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, കനാനി സ്ത്രീയെ പറ്റി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അല്ലെ? കനാനി സ്ത്രീയെ പറ്റി നമുക്ക് മത്തായി 15-ാം അധ്യായത്തിലാണ് കാണുവാൻ കഴിയുന്നത്. ആ സിറോഫനിക്കാരി സ്ത്രീ വന്നിട്ട് പറയുകയാണ്, എന്റെ മകൾക്ക് ഭൂതോപദ്രവമാണെന്ന് പറയുകയാണ്. പക്ഷേ അവൾ ആദ്യം ഒന്നും മിണ്ടുന്നില്ല. പിന്നെ അവൾ വീണ്ടും ഒരു നിലവിളിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അവളോട് പറയുന്നത്, മക്കൾ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കത്തില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് അവൾ ഒഴിവാക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ കനാന്യ സ്ത്രീ എന്ന് പറഞ്ഞ ഒരിക്കലും ദൈവത്തിൽ കടന്നു വരാൻ കഴിയാത്ത, ഒരിക്കലും ദൈവത്തെ അടുക്കുവാൻ പാടില്ലാത്ത ഒരു തലമുറയിൽ നിന്നാണ് കനാന്യ സ്ത്രീ കടന്നു വരുന്നത്. പക്ഷേ അവൾക്കൊരു വെളിപ്പാടുണ്ടായി. അൺകണ്ടീഷണലാണ് അബ്രഹാമിക് ഉടമ്പടി. അവളുടെ വെളിപ്പാട് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവൾ യേശുവിലേക്ക് അടുക്കാൻ കടന്നു വന്നത്. നമ്മൾ കിട്ടുവാണെങ്കിൽ നമ്മൾ യേശുവിന്റെ പുറകെ പോകും. അവളോട് യേശു പറയുകയാണ്, എന്താണ്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുവാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവൾ പറയുന്നൊരു വാക്കുണ്ട്, മേശമേൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കൾ കൊണ്ട് നായ്ക്കുട്ടികൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അവൾക്കുണ്ട വെളിപ്പാട്. ഹല്ലേലൂയ. ഞാനൊരു അപ്പമല്ല ചോദിച്ചത്, ഞാനൊരു വിരുന്നല്ല ചോദിച്ചത്. കർത്താവേ, നിന്നിൽ നിന്ന് ഒരു കഷണം എനിക്ക് കിട്ടിയാൽ മതി, ഒരു നുറുക്ക് എനിക്ക് കിട്ടിയാൽ മതി, ഒരു ക്രംസ് എനിക്ക് കിട്ടിയാൽ മതി, അതെന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അവൾ മനസ്സിലാക്കി. ഒരു അപ്പനുറുക്ക്, ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ആരൊക്കെയോ ഈ അപ്പനുറുക്കിൽ പിറക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആത്മാവിൽ അനുഭവിച്ചറിയുകയാണ്. ആരൊക്കെയോ ചില അപ്പനുറുക്കിൽ ഇതിനകത്ത് ഈ വചനത്തിൽ നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ, ഈ മെയ് മാസം 10-ാം തീയതി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്റെ ദിവസമായി മാറുകയാണ്. ചില അപ്പനുറുക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. ചില അപ്പനുറുക്കുകൾ നിങ്ങളുടെ ശുശ്രൂഷയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. ചില അപ്പനുറുക്കുകൾ സഭയുടെ അവസ്ഥയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. ചില അപ്പനുറുക്കുകൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. ചില അപ്പനുറുക്കുകൾ നിങ്ങളുടെ തലമുറകൾക്ക് വലിയ ഉയർച്ച കൊണ്ടുവരാൻ പോവുകയാണ്. ചില അപ്പനുറുക്കുകൾ നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് അപ്പനുറുക്കുകളല്ല ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി വലിയ വിരുന്നുശാലയാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഈ അപ്പമല്ല തരുന്ന, അപ്പം നുറുക്കല്ല നമ്മൾ പറക്കാൻ പോകുന്നത് അല്ലെ? ശത്രുക്കൾക്കാങ്ക് നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. അപ്പൊ ദൈവം നമുക്ക് വിരുന്നൊരുക്കി കാത്തിരിക്കുന്നു. കനാന്യ സ്ത്രീ പറഞ്ഞ, എനിക്കൊരു അപ്പം നുറുക്ക് കിട്ടിയാൽ മതി, എനിക്ക് വിരുന്ന് വേണ്ട, എനിക്ക് അപ്പം വേണ്ട, നിന്റെ വീട്ടിൽ വിരുന്നും വേണ്ട. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയാം, നീ എനിക്ക് ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്നു. നമ്മൾ വായിക്കുന്ന സങ്കീർത്തനമാണ്. പക്ഷെ നമ്മൾ വിരുന്ന് ഒരുക്കുന്നത് പറയും, നമ്മൾ ഒരിക്കലും വിരുന്ന് ഭക്ഷിക്കാറില്ല.
ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ആരെങ്കിലും എന്നോട് കൂടെ എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് ഞാൻ അവനോട് കൂടെ അത്താഴം കഴിക്കും. ഒരു വിരുന്ന് കഴിക്കുന്ന സംഭവമാണ്. സ്തോത്രം. കർത്താവിനോട് കൂടെ ഇരുന്ന് വിരുന്ന് കഴിക്കുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമുക്ക് അപ്പനുറുക്കളല്ല തരുന്നത്, വലിയ വിരുന്നാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. മുന്നോട്ട് പോയോ? സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അബ്രഹാമിക് ഉടമ്പടി ഉപാധികളില്ലാതെ നമ്മൾ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. സക്കായുടെ ജീവിതം നോക്കിയാണ്. സക്കായുടെ വീട്ടിൽ സക്കായി അവനെ കാണുവാൻ വേണ്ടി അസ്ഥിയുടെ മുകളിൽ കയറുകയാണ്. അന്നത്തെ കാലത്ത് ചുങ്കക്കാരെ നമുക്കറിയാം, അവരുടെ അവസ്ഥ സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട വീടാണ്. പക്ഷേ കർത്താവിടെ ചിലവർ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. അതോ ദൈവം അവനെ കണക്ട് ചെയ്യുന്നത് എവിടെയാണ്? പാപിയാന്ന് പറഞ്ഞ്, ചുങ്കക്കാരനെന്ന് പറഞ്ഞ് സമൂഹം മാറ്റി നിർത്തുമ്പോൾ കർത്താവ് കണക്ട് ചെയ്യുന്നത് അബ്രഹാമിക് ഉടമ്പടിയിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഈവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സമൂഹം നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ ഇങ്ങനെ അകറ്റി നിർത്തിയിരിക്കുകയായിരിക്കാം. പക്ഷെ കർത്താവിന്റെ വചനത്തിലൂടെ ഇന്ന് പ്രഭാതത്തിലൂടെ ഒരു പ്രബോധനം നിങ്ങൾക്ക് ഞാൻ കൈമാറുകയാണ്. ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ദൈവം നിങ്ങൾ അബ്രഹാമിക് ഉടമ്പടിയിലേക്ക് അൺകണ്ടീഷണൽ ആയിട്ട്, ഉപാധികളില്ലാത്ത, നിബന്ധനകളില്ലാത്ത ഒരു ഉടമ്പടിയിലേക്ക്, വാക്തത്വങ്ങളിലേക്ക് ദൈവം നിങ്ങളെ ഒരിക്കൽ കൂടെ ജോയിൻ ചെയ്യിക്കാൻ ആഗ്രഹിക്കുകയാണോ? നിങ്ങൾ പിന്മാറി പോകല്ലേ? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ അകന്നു പോകല്ലേ? നിങ്ങൾ ശുശ്രൂഷയിൽ വിട്ടുപോകരുതേ. നിങ്ങളുടെ ആത്മീയ അനുഭവങ്ങളിൽ നിന്ന് വിട്ടുപോകരുത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമക്കളെ, ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് പ്രഭാതത്തിൽ അങ്ങനെയുള്ള ദൈവത്തെ സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകട്ടെ. ഞാൻ ഒന്നുമല്ല എങ്കിലും എന്നെ സ്നേഹിക്കുന്ന, എന്നെ അംഗീകരിക്കുന്ന, എന്നെ സ്വീകരിക്കുന്ന ആ ദൈവത്തിലേക്ക് ഞാൻ അടുക്കാൻ കഴിയുമെന്ന് നമ്മുടെ മനസ്സുകൊണ്ട് ആ ദൈവത്തിന് സ്വീകരിക്കാൻ കഴിയുമോ? ദൈവത്തെ സ്വീകരിക്കാൻ തയ്യാറാണ്. പരിശുദ്ധ ദൈവമേ, ഇന്ന് പ്രഭാതം എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. വലിയൊരു ദൈവഗുരുവരമേ വ്യാപരിക്കുമാറാകട്ടെ. ഭാരത്തോടെ, നിരാശയോടെ പിന്മാറി, മാനസികമായി തകർന്ന് ദൈവത്തിന് അടുക്കുവാൻ കഴിയുക, ദൈവത്തിനെ വേണ്ടയോ, ദൈവത്തിന് ഉദ്ദേശമില്ലയോ, ദൈവത്തിനെ ശുശ്രൂഷ ഉപയോഗിക്കാൻ ആഗ്രഹമില്ലയോ എന്നൊക്കെ ചിന്തിച്ച് ഒരു ദൈവത്തിൽ മാറിപ്പോകണം എന്ന് ആഗ്രഹിച്ച് എന്നെ കേൾക്കുന്ന പലരെയും തിരുപ്പുണ്ട്. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ അവരോട് ദൈവത്തെ പരിശുദ്ധാത്മ സംസാരിക്കണം. യേശുവിന്റെ നാമത്തിൽ വലിയ മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാകട്ടെ. ആത്മീയ ശുശ്രൂഷയിൽ ദൈവം വീണ്ടവരെ ഒരിക്കൽ കൂടെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉപാധികളില്ലാതെ വാഗ്ദത്തങ്ങൾ നൽകുന്ന, അനുഗ്രഹിക്കുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ജീവിതം അനുഭവിച്ചറിയുക, ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ കർത്താവിനെ സഹായിക്കുമാറാകണമേ. ദൈവം അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു നിസ്തുല നാമത്തിൽ തന്നെ ആമേൻ. ദൈവം ഈ വചനങ്ങൾ നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ അവസരം ഒരുക്കിയ കർത്താവിന്റെ ദാസന്മാരുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവത്തിന്റെ വലിയ നമ്മൾ വീണ്ടും മുഖത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയുടെ വചനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഉടമ്പടികളില്ലാതെ, വ്യവസ്ഥകളില്ലാതെ നമ്മളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവനായ ദൈവം. നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും, നമുക്കറിയാം ചില ആളുകളെ അവരുടെ ജീവിതത്തിന്റെ ഒരു നെല്ലിപ്പലകയിൽ ചെന്ന് ഏറ്റവും മോശമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ സാഹചര്യത്തിലായിരിക്കുമ്പോൾ അവരോട് പറഞ്ഞാൽ, എന്നെ എങ്ങനെയാ ദൈവം സ്നേഹിക്കുന്നത്? എന്നെ ലോകത്തിൽ ആരും സ്നേഹിക്കാൻ കഴിയുകയില്ല, അതുപോലത്തെ നീചമായിട്ടുള്ള പ്രവൃത്തികളാണ് ഞാൻ ചെയ്തത്, ദൈവത്തിന് ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ കഴിയുകയില്ല എന്നൊക്കെ പറയുന്ന ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഉടമ്പടികളോ വ്യവസ്ഥകളോ നിബന്ധനകളോ ഒന്നുമില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവം മോശയോട് പറഞ്ഞത്, നീ ഈ കൽപ്പനകളൊക്കെ പാലിച്ച് ഇരുന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. യാക്കോബ് ദൈവത്തോട് ചില ഉടമ്പടികൾ വെക്കായിരുന്നു. നീ എന്നെ അനുഗ്രഹിച്ചാൽ, ഞാനിപ്പോൾ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോവുകയാണ്, എന്നാൽ എൻ്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ നന്മകളും വന്ന് ലഭിച്ച നീ എന്നെ എല്ലാ രീതിയിലും അനുഗ്രഹിക്കുകയാണെങ്കിൽ നീ എൻ്റെ ദൈവമായിരിക്കും, ഞാൻ ദശാംശം തരികയൊക്കെ ചെയ്യാം എന്നാണ് യാക്കോബ് പറഞ്ഞത്. എന്നാൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്, ഏത് സാഹചര്യത്തിലും നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം എന്നുള്ള ഒരു പിതാവ്, സ്വർഗസ്ഥ പിതാവ് ആണ്. നമുക്കറിയാം, യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രിയ കുഞ്ഞുങ്ങളെ, പാപം ചെയ്യാതിരുപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ആരെങ്കിലും പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് വേണ്ടി പിതാവിൻ്റെ അടുക്കലുണ്ട്. അത് യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് വേണ്ടി ഉണ്ട് എന്നതിൻ്റെ അർത്ഥം പാപം നമുക്ക് ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല. പൗലോസ് വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് കൃപ ദൈവം നൽകിയിട്ടുണ്ട്. പാപം ചെയ്യുമ്പോൾ ദൈവം നമുക്ക് കൃപ നൽകിയിട്ടുണ്ട്. എന്നാൽ
കൃപ പെരുകേണ്ടതിന് പാപം കൂടുതൽ കൂടുതൽ ചെയ്യുക എന്നോ, ഒരു നാളും അങ്ങനെ ചെയ്യരുത് എന്ന് പൗലോസ് വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ ചില അപ്പനുറുക്കുകൾക്ക് വേണ്ടി നമ്മൾ ആ സിറോഫേനിക്കക്കാരി സ്ത്രീ യാചിച്ചതുപോലെ, കർത്താവെ ഒരു അല്പം സൗഖ്യം എനിക്ക് നൽകണം, എൻ്റെ കുഞ്ഞിനൊരു അല്പം സൗഖ്യം നൽകണം. ചില ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, ചില അപ്പനുറുക്കുകൾക്ക് വേണ്ടി നമ്മൾ കർത്താവിനോട് യാചിക്കുക. എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ മക്കളാണ്, ദാസന്മാരല്ല, നിങ്ങൾ എൻ്റെ മക്കളാണ്. കർത്താവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ എൻ്റെ സഹോദരന്മാരും സ്നേഹിതരുമാണ് എന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. അപ്പനുറുക്കുകളല്ല, ഒരു വലിയ വിരുന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹത്തിന്റെ സന്തോഷത്തിന്റെ സാഹചര്യങ്ങളാണ് നമുക്ക്. എന്നാൽ സാത്താൻ നമ്മുടെ ചെവി എന്ന് പറയുന്നത്, നിനക്കൊന്നും പറ്റത്തില്ല, നിന്റെ സാഹചര്യങ്ങളൊക്കെ പോയി, നിന്നെ ആരും അംഗീകരിക്കത്തില്ല, നിനക്ക് യാതൊരുവിധ സാഹചര്യങ്ങളും ഇനി ജീവിതത്തിലില്ല, നിന്റെ ജീവിതം തീരാൻ പോവുകയാണ് എന്നൊക്കെയാണ് നമ്മുടെ ചെവി വന്ന് പറയും. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്നത്, ഭയപ്പെടേണ്ട, കണ്ടാലും ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്, ഞാൻ വിജയിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളും എന്നോടുകൂടെ ജയാളികളാണ് എന്നൊക്കെയാണ് കർത്താവ് പറയുന്നത്. അത് നമുക്ക് ഏറ്റെടുക്കാൻ. കർത്താവിന്റെ ദാസൻ എത്ര മനോഹരമായിട്ട്, എത്ര ശക്തമായിട്ട് സംസാരിച്ചു. അബ്രഹാമിനോട്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, ഇന്നത് ചെയ്താൽ അനുഗ്രഹിക്കാം, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നിലൂടെ ഈ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. യഹൂദന്മാര് ശപിക്കപ്പെട്ടെന്നല്ല പറഞ്ഞത്, യഹൂദന്മാർ ലോകത്തിലേക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട. നമുക്കറിയാം, എത്രയോ എത്രയോ പ്രാവശ്യം യഹൂദന്മാരെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാനായിട്ട് ചില രാഷ്ട്രങ്ങളൊക്കെ ശ്രമിച്ചതാണ്. എന്നാൽ ഇന്നും അവർ വളരെ ശക്തരായിട്ട് നിലനിൽക്കുന്നു. അവരുടെ ചരിത്രത്തിൽ വളരെ കഷ്ടങ്ങളിലൂടെ അവർ പോയി എങ്കിലും ഇന്നും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സമൂഹം തന്നെയാണ്. അതുകൊണ്ട് കർത്താവ് നമ്മളെ ആ അനുഗ്രഹത്തിലേക്ക് വിളിക്കുന്നു. എന്നാൽ ആ അനുഗ്രഹത്തിൽ നമുക്ക് നിലനിൽക്കാം. കർത്താവിന്റെ ദാസനെ കർത്താവ് ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ട് അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവ് എല്ലാവിധ അനുഗ്രഹങ്ങളും, കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതിന് കർത്താവ് തന്റെ ദാസനെ തന്റെ കരങ്ങളിൽ എടുത്ത് ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രഹലന്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. നമ്മ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.